ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മൂവി ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ 2 ദിവസം മുന്നേ, അതായത് മിനിഞ്ഞാന്ന് നമ്മുടെ ലോക എന്ന ഒരു മൂവി ഫ്രാഞ്ചൈസിലെ ഒരു യൂണിവേഴ്സിലെ 2ാം സിനിമയായ ലോക ചാപ്റ്റർ 2 എന്ന സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിലെ ചാത്തൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മൈക്കിൾ എന്ന ഒരു ക്യാരക്ടറും, അതായത് ചാത്തനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള മൈക്കിളും അതുപോലെ തന്നെ ഒഡിയനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാർലിയും കൂടിയിട്ട് ഒരു കോൺവെർസേഷൻ ആയിരുന്നു ആ ഒരു ടീസറിലെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണണമെന്നുള്ളവർക്ക് കയറി കാണാം. ഇവിടെ നമ്മൾ അനാലിസിസ് ആണ്. ഇനിയിപ്പോൾ ഒരു യൂണിവേഴ്സിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാം, നമുക്കൊരു ടീസർ മൊത്തമുള്ള ഒരു അനാലിസിസ്, ഒരു ഡീകോഡിങ് പോലൊരു പരിപാടിയാണ്. ഒരുപാടൊന്നും ഡീകോഡ് ചെയ്യാൻ ഞാൻ ആളല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു മാക്സിമത്തിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഡീകോഡിങ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഡൊമിനിക് അരുണിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ DQ വേഫെയർ ഫിലിംസിന് വേണ്ടി DQ ആണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിലും എല്ലാ സിനിമകളും നമ്മുടെ DQ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ആദ്യ സിനിമ ലോക ചാപ്റ്റർ 1 കല്യാണി പ്രദർശൻ, നെസ്ലിൻ, സാൻഡി മാസ്റ്റർ, കൂടാതെ ടൊവിനോടെയും ദുൽഖറിൻ്റെയും ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ എന്നുള്ളതൊക്കെ ഒന്ന് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ചാപ്റ്റർ 1 നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതിയാണ് റിലീസ് ആക്കിയത്. തിയേറ്ററിൽ വമ്പൻ ഓണം തന്നെ ക്രിയേറ്റ് ചെയ്ത സിനിമയായിരുന്നു. പഴയകാലത്തെ മിത്തുകൾ മുത്തശ്ശി കഥ കൂടി വെച്ചിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു യൂണിവേഴ്സാണ്. എന്തായാലും ജസ്റ്റ് ബിഗിനിങ്. ഇപ്പോൾ സിനിമ 300 കോടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 280 കോടി കഴിഞ്ഞു, 285 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ ലക്ഷ്യമിടുന്ന 300 കോടിയാണ്. സിനിമ OTT ഇറങ്ങിയ ശേഷം വേണം നല്ല രീതിയിലൊന്ന് ഡീകോഡ് ചെയ്യാനും സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ 2ാം ഭാഗമായ ലോക ചാപ്റ്റർ 2 മൈക്കിൾ അല്ലെങ്കിൽ ചാത്തൻ, ഏതൊരു പേരിലായിരിക്കും വരിക. അപ്പോൾ എന്തായാലും ടൊവിനോ ലീഡിൽ വരുന്ന ആ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ലോക ചാപ്റ്റർ 1 ആരും അറിയാതെ ഒന്നാണ്, ഒരു ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചാപ്റ്റർ 2 അങ്ങനെ ആയിരിക്കില്ല, വമ്പൻ ഹൈപ്പിലായിരിക്കും ഒരു സിനിമ വരിക. ഇപ്പം ഒരു ടീച്ചറോടെ ഹൈപ്പ് വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടീസറിലേക്കുള്ള കാര്യങ്ങൾ അതിൽ പറയുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ ഒഡിയനും ചാത്തനും കൂടി ഒരു കൺവെർസേഷനാണ്. അപ്പോൾ നല്ല ചാത്തൻ, അതായത് നമ്മുടെ ചാപ്റ്റർ 2 നമ്മുടെ നായകനായിട്ടുള്ള നമ്മുടെ ലോക ചാപ്റ്റർ 1 ക്യാമിയോ ഇട്ട് നമ്മുടെ മൈക്കിൾ എന്ന ചാത്തനാണ് കേട്ടോ ചാപ്റ്റർ 2 നായകൻ, അത് മൈക്കിൾ എന്ന ക്യാരക്ടർ. ഇപ്പോൾ വില്ലൻ എന്ന് പറയുന്നത് ആ ചാത്തൻ തന്നെ, മൈക്കിൾ തന്നെ ചേട്ടനാണ് വില്ലൻ. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ആളെന്താ അത്ര ഫണ്ണല്ല, ഇത്തിരി വൈലൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സഹായം വന്നു കഴിഞ്ഞാൽ വരുമോ എന്ന് ഒഡിയനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒഡിയൻ എന്തെങ്കിലും താല്പര്യമില്ല, നിങ്ങൾ തമ്മിലുള്ള ഫാമിലീസ് ഞാൻ ഇതിന് ഇടപെടണം എന്നൊക്കെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാത്തൻ പറയുന്നുണ്ട് അവർ വേണ്ടത് എന്നെയും മൂത്തോനെയാണെന്ന്. അപ്പോൾ എന്തായാലും മൂത്തോൻ ചാപ്റ്റർ 2 വരണം, നല്ല സാധ്യത. അങ്ങനെ മമ്മൂക്ക കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു കത്ത് മോനെ അത് മുൻകൂട്ടി പറയും ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് പറയേണ്ട ആവശ്യമില്ല. ഒരു കൈ കാട്ടി തന്നെ ലോക സിനിമയിൽ ഉണ്ടാക്കിയോളം അത് മമ്മൂക്കയാണെന്ന് പോലും അറിയത്തില്ല. മൂത്തോനാണെന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു കൈ മമ്മൂട്ടനാവണം എന്നില്ല. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കിയെടുത്തോളം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മമ്മൂട്ടിനെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു എത്തും. അപ്പോൾ മൂത്തോൻ്റെ വരവിനായിട്ട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാപ്റ്റർ 2 സ്ക്രിപ്റ്റൊക്കെ ഓൾറെഡി 5 പടത്തിന് സ്ക്രിപ്റ്റ് എടുത്ത് സെറ്റാണ്. ഇനി പടം ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്തായാലും അത് തുടങ്ങിയിട്ട് പടത്തിൻ്റെ ഒരു വരവിൻ്റെ പൊന്നു എന്ത് ഹൈപ്പിലാണ് അതിലെ. അപ്പോൾ തന്നെ വമ്പ ഹൈപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2ാം ഭാഗത്തേക്ക് വരുമ്പോൾ നീലയൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തായാലും ഒഡിയൻ്റെ ഒരു വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പേടിയായിട്ടൊന്നല്ല, സ്വന്തം ചേട്ടനല്ലേ എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ മൈക്കിളിന്. അപ്പോൾ അതായത് 390 ചാത്തന്മാരുള്ള സ്ഥിതിക്ക് വേറെ ചാത്തന്മാരൊക്കെ കാണിക്കുന്നു. പല ടൈപ്പിലുള്ള ചാത്തന്മാരുണ്ടായിരിക്കാം, ചിലപ്പോൾ വില്ലന്മാരുണ്ടായിരിക്കും, നായകന്മാരുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലോക സിനിമയിൽ അവസാനം കാണിച്ചുള്ള ചാത്തനുണ്ടല്ലോ, നമ്മൾ ടീച്ചറിൽ കാണിച്ചിരുന്ന ചാത്ത അനിമേഷൻ പോലെ കാണിച്ചിട്ടുള്ളൂ. ചാത്തനാണ് സ്ട്രോങ് വില്ലൻ. പറഞ്ഞ ഭ്രാന്തെന്ന് പറയാം, അമ്മമാരി ലുക്കാണ്. മണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിൻ്റെ ഒക്കെ വേറെ ലെവലാണ്. പുള്ളിക്കാർ കണ്ടാൽ തന്നെ പേടിയാവും. എന്തായാലും അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോൾ ഇരുന്ന കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ ഇത് വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെ ഹൈപ്പ് ചെയ്തിരിക്കുക. വന്ന് പോസിറ്റീവ് കയറി തന്നെ മോനെ അടിച്ച് തൂക്കും. ഒരു 500 കോടി. നമുക്ക് ലോക ചാപ്റ്റർ വന്നാൽ ചെറിയ സീനിൽ തന്നെ പുള്ളിക്കാരൻ കാണിച്ചിട്ട് പോയ ഒരു കോമഡിയാണ്, പക്ഷെ ടെററുമാണ്. അതാണ് ആ ഒരു മൈക്കിൾ കേട്ടൻ്റെ പവർ. ഒരാളിൽ തന്നെ നിൽക്കേണ്ട ഭാഗങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപാര കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ ചാപ്റ്റർ 3 ഞാൻ വായിച്ചായിരുന്നു. അതായത് ഒടിയൻ്റെ കഥയാണ്. ഹിറ്റ്ലറിനെ തട്ടിയത് ആനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറിനൊക്കെ കൊണ്ടുവന്ന് എൻ്റെ പൊന്നോ. അപ്പോൾ എന്തൊക്കെ ഒരു മാരക രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ ഒരു കൊലത്തൂക്കായിരിക്കും കേട്ടാ. അപ്പോൾ അടുത്ത പടം തന്നെ കയറി 500 കോടി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒടിയൻ്റെയാണ്, അതായത് ചാപ്റ്റർ 3 ഒടിയൻ്റെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ 2ാം ഭാഗം വന്ന് അത് ഹിറ്റടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ 3 ഇറക്കി വിടുക അവർ. അതാണ് അവർ പരിപാടി. കറക്റ്റ് ടൈമിങ്ങിൽ എല്ലാവരും അതേപോലെ ചെയ്യുന്നത്.
എന്തായാലും വരട്ടെ, നമുക്ക് കാണാനുള്ള പ്രേക്ഷകർക്ക് ഒരു ബിരിയാണി തന്നെയാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കാത്തിരിക്കാതെ മുതലുണ്ട് മക്കളെ. എല്ലാ പടവും മലയാളത്തിലും ഉണ്ടാ, മോളിവുഡിലും ഉണ്ടാ, ഒരു യൂണിവേഴ്സിൽ നിന്ന് കാണിച്ചു തുടങ്ങി. ഇതാണ് യൂണിവേഴ്സ്, അല്ലാതെ അവിടെ ലോകവിശ്വസിച്ചൊന്നല്ല. അതിൽ സർക്കിളിനകത്ത് ഇറക്കുന്ന കഥയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേൾഡ് യൂണിവേഴ്സ് ഉണ്ട്, ഇതിൽ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം, എവിടെ നിന്നല്ല ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. കാരണം ആ രീതിയിലാണ് എൻ്റെ സ്ക്രിപ്റ്റിൽ പോയത്. നമുക്ക് എന്ത് മാറ്റം വരുത്തുകയാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കയറ്റങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ പുറത്തുനിന്നും കയറ്റാനും കഴിയും. ഏതൊരു ക്യാരക്ടറിനെ ആണെങ്കിലും നമുക്ക് ഇടയിൽ കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിലാണ് ഡൊമിനിക് അരുൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു എൻ്റെ ടീം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദുൽഖർ പോലും വിചാരിച്ചില്ല ഈ പടം ഇങ്ങനെ കത്തും. ദുൽഖർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇതിൻ്റെ അടുത്ത പടം ചെയ്യുക. ആ ഒരു ഇതിലാണ് ദുൽഖർ വേഗം തന്നെ തുടങ്ങുക. പുള്ളിക്കാരൻ പടത്തിനൊന്നും കൊടുക്കാതെ വേഗം ഈ ഒരു പടത്തിൻ്റെ വിജയം. പ്രീവിയസ്ലി OTT വരാത്ത എന്താണ്, പുള്ളിക്കാരൻ 300 കോടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബെഞ്ച് മാർക്ക് മോളിവുഡ് ഫസ്റ്റ് 300 crore മൂവിയാക്കി ലോക ചാപ്റ്റർ 1 മാറ്റാം. അതായത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് പുള്ളിയാണ്. ഒരുപാട് നല്ല തുകയ്ക്ക് തന്നെ നെറ്റ്ഫ്ലിക്സ് ഓഫർ ചെയ്തിരുന്നു, പക്ഷെ അതൊക്കെ നിരസിച്ചു. ഇനിയിപ്പോൾ 300 രൂപ അടിച്ച് ഉടൻ തന്നെ പടം കൂട്ടിയിട്ടുണ്ട്. കാരണം വീണ്ടും പടം കാണാൻ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു ടീസറിന് ശേഷം വീണ്ടും പോയി സിനിമ ഞാൻ കണ്ടു. ഏകദേശം മൂന്നാമത്തെ വട്ടമാണ് ഞാനിപ്പോൾ പടം പോയി കണ്ടത്. അപ്പോൾ അതാണ് അവർക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു ഓളുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പടത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ലോക ചാപ്റ്റർ 2 കിട്ടിയ സാധനമാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയുന്ന സംഭവങ്ങളൊക്കെ ക്രിസ്റ്റിന് ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ വരും. ഇനിയിപ്പോൾ അവിടെ OTT വരട്ടെ, അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഡീകോഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേട്ടൻ നേരിടാൻ വേണ്ടിയിട്ട് ഒടിയനെയും കൂട്ടി വിളിച്ചിട്ട് മൈക്കിൾ പോകുന്ന ഒരു പരിപാടി ആയിരിക്കും. ഇനിയിപ്പോൾ ഹിറ്റ്ലറിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും പോലെ അവസാന ഭാഗത്ത് ചിലപ്പോൾ 3 ഒരു സ്കോപ്പ് ഒടിയൻ്റെ കഥയിലേക്കുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചിട്ട് തന്നെ ആയിരിക്കും രണ്ടാം ഭാഗം വന്ന് എൻ്റെ ഇത് പോവുക. എന്തായിരിക്കില്ല ആ പടം ഇറങ്ങുന്ന സമയത്തുള്ള ഓണം ആലോചിക്കാൻ പോലും വയ്യ എനിക്ക്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇയർ ഈ ഒരു സമയമ്പോഴേക്കും ചാപ്റ്റർ 2 റിലീസ് ചെയ്തിട്ടുണ്ടാവും. അതെന്തായാലും ഉറപ്പാണ്. വളരെ സ്പീഡിൽ തന്നെ ഒരു പടം മൊത്തം തീർക്കും. എന്തായാലും മച്ചാമാർ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അഭിപ്രായങ്ങളൊക്കെ കമന്റ് രേഖപ്പെടുത്തി അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.